തിരുവനന്തപുരം മലയൻകീഴ് ഡിവിഷനിൽ നിന്ന് ഇത്തവണ നേമം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് രണ്ട് പഴയ പ്രസിഡന്റുമാരാണ്. കഴിഞ്ഞ തവണ മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായിരുന്ന എസ് ചന്ദ്രൻ നായരും എസ് രാധാകൃഷ്ണൻ നായരും തമ്മിലാണ് മത്സരം. മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 3 വർഷം വരുന്ന ലോക് താന്ത്രിക് ജനതാദളിലെ എസ് ചന്ദ്രൻ നായരും ബാക്കി 1.5 വർഷം പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ എസ് രാധാകൃഷ്ണൻ നായരും തമ്മിലാണ് ഇത്തവണത്തെ മത്സരം. 2015 തെരഞ്ഞെടുപ്പിൽ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ UDF 10 സീറ്റിലും LDF 8 സീറ്റിലും BJP 2 സീറ്റിലുമാണ് വിജയിച്ചത്. ഇതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ചന്ദ്രൻ നായർ ചോദിച്ചെങ്കിലും UDF അത് നൽകിയില്ല. ഇതോടെ UDF വിട്ട് ചന്ദ്രൻ നായർ LDF പിന്തുണയോടുകൂടി പ്രസിഡന്റായി. ജനകീയമായ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി ജനങ്ങളത് വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ സംബന്ധിച്ച് വിജയപ്രതീക്ഷയുമുണ്ട്. ജനങ്ങൾ ഒരിക്കലും വികസനം ചെയ്ത ആളുകളെ കൈവിടില്ല. ഭരണസമിതിയുടെ കാലാവധി തീരാൻ 1.5 വർഷമുള്ളപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തിൽ ഒരു CPM അംഗം വോട്ട് ചെയ്യാത്തതിനാൽ രാധാകൃഷ്ണൻ നായർ പ്രസിഡന്റായി. ഒരേ ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞ് മാത്രമേ ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുള്ളൂ. ഇന്നും അങ്ങനെയാണ് ഞാൻ വോട്ട് ചോദിക്കാൻ പോയത്, കൈ അടയാളത്തിലാണ്. അതുകൊണ്ട് വ്യത്യസ്ത പാർട്ടിയോ അല്ലെങ്കിൽ വേറൊരു സ്വതന്ത്ര ചിഹ്നത്തിലോ ഇന്ന് വരെ ഞാൻ വോട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. അതിൻ്റെ സാഹചര്യം കൊണ്ട് എന്നെ ഈ നാട്ടിലെ ഈ 9 ഡിവിഷനിലുള്ള വാർഡിലുള്ള ആളുകൾ ചേർന്നിട്ട് എന്നെ 100% വിജയിപ്പിക്കും എന്നൊരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഇരു സ്ഥാനാർത്ഥികളും തങ്ങളുടെ ഭരണനേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ മുൻ പഞ്ചായത്ത് അംഗം B ഹരികുമാറിനെ തന്നെ ഇറക്കിയാണ് BJP പോരാട്ടം കനപ്പിക്കുന്നത്. ഒരേ മുന്നണിയിലുണ്ടായിരുന്ന 2 പേർ ഇത്തവണ 2 വ്യത്യസ്ത പാർട്ടികൾക്കായി കച്ചമുറുക്കുമ്പോൾ മലയൻകീഴ് തീപ്പാറും പോരാട്ടമാകുമെന്നതിൽ സംശയമില്ല. മലയൻകീഴിൽ നിന്നും ഉണ്ണി പാലാഴിക്കൊപ്പം അനന്തപുരം രാമചന്ദ്രൻ, മീഡിയ 1.